ഓണിയോ വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും കുറെ നേരമായിട്ടും കാണാതാകുമ്പോഴത്തേക്കും ഓണിക്കോളും ഉണ്ണിയോനെ അന്വേഷിച്ചെത്തുന്നു. പക്ഷെ അവളാകട്ടെ ആകെ വിഷമിച്ചൊക്കെ ആയിരുന്നു ഇരിക്കുന്നത്. ജോയിനെ കാണുവാൻ കടയിലെത്തിയ ആൾ ആരാണെന്നൊക്കെ അറിയുവാനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അത് മറ്റാരും ആയിരുന്നില്ല, എന്റെ അമ്മ തന്നെ ആയിരുന്നു എന്നൊക്കെ ഉണ്ണിയും പറയുന്നു. ഈച്ചനെ നോക്കുവാനായിട്ട് ബാങ്കിലുണ്ടായിരുന്ന എല്ലാവരെയും ഏൽപ്പിച്ചിട്ടൊക്കെ ആയിരുന്നു ഉണ്ണിക്കോൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവിടെ ഉണ്ടായിരുന്ന റേഡിയോ ഒക്കെ മാറ്റി പ്ലേ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതിൽ ഈച്ചന് പാടിയിട്ടുണ്ടായിരുന്ന ഒരു പാട്ടൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈച്ചനും ഓടി വന്നിട്ട് ഈ ഒരു പാട്ട് ആരും തന്നെ കേൾക്കുവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അത് ഓഫാക്കുന്നു. നമുക്ക് മത്സരത്തിന് വേണ്ടി കൊണ്ടുപോകുവാനായിട്ട് ഒരു പാട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ രണ്ട് പാട്ട് ആയതുകൊണ്ട് തന്നെ എനിക്കും ഒരു സമാധാനം കിട്ടിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് മാജുവും ഇരിക്കുന്നു. ഇത് ഞാനും ഉണ്ണിക്കോളും കൂടി എഴുതിയ പാട്ടാണ്. ഉണ്ണിക്കോളാകട്ടെ മറ്റാരെയും ഇത് കേൾപ്പിക്കുവാൻ പാടില്ല എന്ന് പ്രത്യേകമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളും ഇത് കേൾക്കുവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഈച്ചൻ നിൽക്കുമ്പോഴത്തേക്കും ടീമിലുള്ള ബാക്കി എല്ലാവരും കൂടി ചേർന്ന് ടീച്ചറിനെ എടുത്തു പോക്കുന്നു. ആ ഒരു സമയത്ത് മാജുവും ഞാൻ ഈ ഒരു സോങ് ഒക്കെ ചോയിനെ കേൾപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടുകയാണ്. എന്റെ അമ്മയുടെ ശരിക്കുമുള്ള അച്ഛനായിരുന്നു ചോയ് എന്നൊക്കെ ഇപ്പോൾ ഉണ്ണിയു പറഞ്ഞു കഴിയുമ്പോഴത്തേക്കുമാണ് ഉണ്ണിയോളും കുറെ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നത്. വിവാഹ ഗ്രാൻഡ്പയുമായിട്ട് എന്ത് ബന്ധമാണ് നിങ്ങൾക്കുള്ളതെന്നൊക്കെ ഒരിക്കലും ഉണ്ണിയോട് ചോദിക്കുന്ന സമയത്ത് സേക്കിങ്ങും എന്റെ അച്ഛനാണ് അയാളെന്നൊക്കെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. വിവാഹ ഗ്രാൻഡ്പയും ചോയും ഒരേ ആളാണെന്ന് മനസ്സിലാക്കുന്ന ഉണ്ണിയോളും നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഉണ്ണിയോനോട് പറയുകയാണ്. അതായത് ഗിത്താറൊക്കെ മേടിക്കുവാനായിട്ട് സേക്കിങ്ങിന്റെ വീട്ടിലേക്കൊക്കെ ഉണ്ണിയോൾ എത്തിയ സമയത്ത് ഉണ്ണിയും ആയിരുന്നല്ലോ സെല്ലോ ഒക്കെ വായിച്ചുകൊണ്ടിരുന്നത്. അത് മാത്രല്ല വിവാഹഗ്രാൻഡ്പ മരിച്ച അന്നും ഇവർ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഉണ്ണിയോൾ പറയുകയാണ്. സ്കൂളിൽ വെച്ച് എന്നെ പലരും ബുള്ളി ചെയ്ത സമയത്ത് എന്നെ മ്യൂസിക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നതും കോഡ എന്ന വാക്കൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നതും ഗിത്താർ വായിക്കുവാനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നതും എല്ലാം തന്നെ വിവാഹഗ്രാൻഡ്പ ആയിരുന്നു എന്നൊക്കെ അവനും പറഞ്ഞു കൊടുക്കുന്നു. എനിക്കിപ്പോൾ തന്നെ ചോയിനെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണിയോളും ചോയുടെ അടുത്തേക്കൊക്കെ ഓടുകയാണ്. അതേസമയം ചോയുടെ ആ ഒരു കടയുടെ മുമ്പിലായിട്ടൊക്കെ മാജുവും ഈച്ചനും എത്തുന്നു. എന്നോട് റൂം വിട്ട് വെളിയിലേക്ക് ഇറങ്ങരുതെന്നൊക്കെ ഉണ്ണിയോൾ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ വെളിയിൽ ഇറങ്ങിയെന്നൊക്കെ അറിഞ്ഞാൽ അവൻ ഒരുപാട് ദേഷ്യപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാസറ്റൊക്കെ എനിക്ക് താന്ന് പറഞ്ഞിട്ട് ഈച്ചനും ആ കാസറ്റ് മാജുവിന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിക്കുന്നു. മാജുവിന് അച്ഛൻ്റെ ഒരു മെസ്സേജ് ഒക്കെ വരുമ്പോഴത്തേക്കും അത് നോക്കുവാനായിട്ട് അവന് പോകണമായിരുന്നു. നീ ഒരു കാര്യം ചെയ്യുക, ഈ ഒരു സോങ് എന്തായാലും ഒന്ന് ചോയനെ കേൾപ്പിച്ച് നോക്ക്. ഏത് സോങ് ആണ് ഏറ്റവും നല്ലതെന്നൊക്കെ ചോദ്യത്തിന് പറയുമെന്നൊക്കെ പറഞ്ഞ് മാജു പോകുകയാണ്. പണ്ട് ഉൺകുൾ വിഷമിച്ചിരുന്ന സമയത്ത് ഉൺകുളിന്റെ അടുത്തേക്ക് വിവാഹരാത്മ വന്നിട്ടുണ്ടായിരുന്നതും പിന്നീട് വലുതായ സമയത്തും വിഷമിച്ചൊക്കെ ഇരുന്നപ്പോഴത്തേക്കും ചോയ് ഉണ്ടായിരുന്നതിനെ കുറിച്ചും അവൻ ഓർക്കുന്നു. അങ്ങനെ അവനും അതൊക്കെ ഓർത്തുകൊണ്ട് വിവാഹ് ഗ്രാൻഡ്പയുടെ അടുത്തേക്കൊക്കെ ഓടുകയാണ്. അപ്പോഴേക്കും ഒരു കാറൊക്കെ അവനെ ലക്ഷ്യമാക്കി വരുന്നുണ്ടായിരുന്നു. അവനും അത് നോക്കി നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെ എത്തുന്ന ഈച്ചനും അവനെ തള്ളിയിട്ട് ആ ഒരു കാറൊക്കെ ഈച്ചനെ ഇടിക്കുകയാണ്. അവൻ നോക്കുമ്പോൾ ആ ഒരു കാസറ്റൊക്കെ താഴെ കിടക്കുന്നതും കാണിക്കുന്നു. നിനക്ക് വേണ്ടിയുള്ള പാട്ട് എന്നായിരുന്നു അതിന്റെ ടൈറ്റിലായിട്ട് അവൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് ആ ഒരു പാട്ടൊക്കെ അവൻ റെക്കോർഡ് ചെയ്തതിനു ശേഷം അവൻ ഉണ്ണിക്കോളിന്റെ ഒരു നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാട്ട് മാത്രമല്ല, നീ ഒരുപാട് കാര്യത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എപ്പോഴൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അപ്പോഴെല്ലാം തന്നെ നീ എന്റെ കൂടെ ഉണ്ടായിരുന്നു. നീ എന്റെ മകനാണെന്നൊക്കെ എന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ചിലപ്പോഴൊക്കെ നീ എന്റെ മകനാണെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് അച്ഛന്റെ സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ നിന്റെ കൂടെ ഉള്ള സമയത്ത് ഞാനും അതെന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. നിന്നോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അടുത്ത ജന്മത്തിൽ ഞാൻ നിന്റെ അച്ഛനായിട്ട് ജനിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈച്ചൻ അങ്ങനെ റെക്കോർഡ് ചെയ്തോണ്ടിരുന്ന സമയത്തായിരുന്നു മുത്തശ്ശിയും അവനെ കഴിക്കുവാനായിട്ടൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഈച്ചന് വേണ്ടി ഉണ്ണിയോട് പ്രാർത്ഥിച്ചതിനെ കുറിച്ചും അവൻ ഓർക്കുന്നു. അവനാകട്ടെ അച്ഛ എന്നോട് അച്ഛൻ ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നിനക്കെന്റെ ശബ്ദം കേൾക്കാമോ എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് ഈച്ചനെയും കെട്ടിപ്പിടിച്ചവൻ കരയുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി 16ാമത്തെ എപ്പിസോഡ്, അതായത് ഇതിന്റെ ലാസ്റ്റ് എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും ഉൺഗ്യോളും ഞാൻ എന്തുകൊണ്ടാണ് വിവാഹ് ഗ്രാൻഡ്പയെ തിരിച്ചറിയാതെ പോയതെന്നൊക്കെ ആലോചിക്കുകയാണ്. അപ്പോഴായിരുന്നു അവിടെ ജിമ്മിയുടെ മൂത്ത മകനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. ജിമ്മി അവനെ തല്ലിയതിനു ശേഷം പറയുകയാണ്, നീയാകട്ടെ ഇത്രയും കൊല്ലം ചെയർമാന്റെ ഒപ്പം ഉണ്ടായിട്ട് പോലും നിനക്ക് ചെയർമാന്റെ മനസ്സ് കീഴടക്കുവാനായിട്ട് സാധിച്ചില്ല. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരുന്നു ചെയർമാന്റെ ഫാമിലി എന്ന രീതിയിൽ നമ്മുടെ പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അതെല്ലാം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ വന്ന ഉൺഗ്യൂളാകട്ടെ ഇപ്പോൾ ചെയർമാന്റെ മനസ്സ് കീഴടക്കിയിരിക്കുകയാണ്. അവൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം തന്നെ ചെയർമാൻ സാധിച്ചു കൊടുക്കുന്നുമുണ്ട്. നീ വളരെ വലിയൊരു പരാജയമായി പോയല്ലോ എന്നൊക്കെ ജിമ്മി പറയുമ്പോഴത്തേക്കും അവനും അതൊന്നും സഹിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇനി അവന്റെ ഫ്രണ്ട്സ് ആകട്ടെ ചെയർമാന്റെ ശരിക്കുമുള്ള മകനൊക്കെ തിരിച്ചു വന്നുവെന്ന് ഞാൻ കേട്ടല്ലോ, ഇപ്പോൾ നിനക്ക് ഒരു സ്ഥാനവും അവിടെ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കിയിട്ടുമുണ്ടായിരുന്നു. അതെല്ലാം മനസ്സിലുണ്ടായിരുന്ന അവനും ഉൺകുളിനെ കൊല്ലുവാനായിട്ടൊക്കെ തീരുമാനിച്ചിട്ടായിരുന്നു കാറുമായിട്ട് ഉൺകുളിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈച്ചൻ അവനെ രക്ഷിക്കുന്ന സമയത്ത് ആ ഒരു കാർ ഈച്ചനെ വന്ന് ഇടിക്കുകയാണ്.
ആള് മാറി പോയെന്നൊക്കെ മനസ്സിലാക്കുന്ന അവനും കാറൊക്കെ എടുത്ത് പോകുമ്പോഴത്തേക്കും അതുവഴി ഓടി വന്നിട്ടുണ്ടായിരുന്ന ഉണ്ണിയോ അവന്റെ മുഖവും കാറിന്റെ നമ്പർ പ്ലേറ്റും കാണുന്നു. ഉണ്ണി പിന്നീട് നോക്കുമ്പോഴത്തേക്കും ഉണ്ണിയോൾ ഈച്ചനെയും പിടിച്ചുകൊണ്ട് കരയുന്നതൊക്കെ ആയിരുന്നു കാണുന്നത്. അവൾക്ക് ഈച്ചനെ രക്ഷിക്കുവാനായിട്ട് സാധിക്കാതെ പോയതിന്റെ വിഷമമുണ്ടായിരുന്നു. നീ എന്തൊക്കെ കാര്യങ്ങൾ എന്നോട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ, അതെല്ലാം തന്നെ എന്റെ നന്മയ്ക്കായിരുന്നു എന്ന കാര്യം എനിക്ക് നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഈച്ചന് പറഞ്ഞതിനെ കുറിച്ചും ഇപ്പോൾ ഉണ്ണിയോൾ ഓർക്കുന്നു. അന്നത്തെ ദിവസം മുഴുവൻ ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കണമായിരുന്നു. എനിക്കതിന് സാധിച്ചില്ല. എനിക്ക് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ണിയോളും സ്വയം തെറ്റുകളെല്ലാം തന്നെ ഏറ്റെടുക്കുന്നു. കുറെ വണ്ടികളുടെയൊക്കെ ബഹളം കേൾക്കുമ്പോഴത്തേക്കും ആർക്കോ ഒരാൾക്ക് ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മുത്തശ്ശിക്ക് മനസ്സിലാക്കുന്നു. പക്ഷെ ബാൽസനാകട്ടെ ആ അപകടം പറ്റിയ ആൾ ഈശ്വരനാണെന്ന് പറയാതെ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങി ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തുകയാണ്. ഈശനെയും ഇപ്പോൾ സർജറി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിസൾട്ട് ഒക്കെ വരുന്ന സമയത്ത് ഈച്ചൻ ജയിച്ചതായിട്ട് അവൻ കാണുന്നു. പിന്നീട് കോളേജിൽ പഠിക്കുമ്പോഴത്തേക്കും കുട്ടികളുടെ കൂടെ കൂടി റെസ്റ്റോറന്റിലൊക്കെ പോയി ഫുഡ് കഴിക്കുന്നതും എൻജോയ് ചെയ്യുന്നതും അവൻ കാണുകയാണ്. പിന്നീട് കോളേജിലെ എക്സാം ഒക്കെ എഴുതുമ്പോഴത്തേക്കും ഉൻകൂളിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വാക്കൊക്കെ പാലിച്ചു എന്ന് അവനും പറയുകയാണ്. മറ്റൊരു അവാർഡ് ഷോയ്ക്കൊക്കെ പോകുന്ന സമയത്ത് അവരുടെ ബാൻഡിന് അവാർഡ് കിട്ടുന്നതായിട്ടും അവൻ കാണുന്നു. നിങ്ങൾ ഒന്നും വേണ്ടെന്ന് വെക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ജയിക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ എന്നൊക്കെ ഈച്ചനൻ ചോദിക്കുകയാണ്. ഈച്ചനാകട്ടെ ഗ്രാജുവേഷൻ ഒക്കെ കഴിയുമ്പോഴത്തേക്കും കയ്യിലുണ്ടായിരുന്ന തൊപ്പിയൊക്കെ മുത്തശ്ശിയുടെ തലയിലും വെച്ചു കൊടുക്കുന്നു. മുത്തശ്ശിയുടെ ആഗ്രഹമൊക്കെ ഇപ്പോൾ സാധിച്ചു എന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും ഉണ്ണിയും ആയിരുന്നു അവരുടെ എല്ലാവരുടെയും ഫോട്ടോസ് ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതെല്ലാം തന്നെ സർജറി ചെയ്യുന്ന സമയത്ത് അവൻ കാണുന്ന സ്വപ്നങ്ങൾ മാത്രമായിരുന്നു. ചോയും ഒരുപാട് ശബ്ദമൊക്കെ കേട്ടിട്ട് ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്കൊക്കെ എത്തുകയാണ്. അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും ആക്സിഡന്റിനെ കുറിച്ചായിരുന്നു പലരും സംസാരിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കാസറ്റ് ഒക്കെ ചോയും എടുക്കുന്നു. പോലീസും ഉണ്ണിയുടെ അടുത്ത് നടന്ന സംഭവങ്ങളെല്ലാം തന്നെ വിവരിച്ചു പറയുകയാണ്. കാർ ഏതായിരുന്നുവെന്നും അതിന്റെ നമ്പർ പ്ലേറ്റും എല്ലാം തന്നെ അവൾ പറഞ്ഞു കൊടുക്കുന്നു. ഈച്ചനായിരുന്നു അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്ന കാര്യമൊക്കെ ഉണ്ണിയും ഇപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആ കാസറ്റ് ഒക്കെ കാണുന്ന ചോയും ഈ കാസറ്റ് ഒക്കെ ചോയ്ക്ക് നൽകുവാനായിട്ടാണ് അവൻ എത്തിയിട്ടുണ്ടായിരുന്നെന്ന കാര്യമൊക്കെ മനസ്സിലാക്കുന്നു. ഈ ഒരു ടേപ്പ് ഒന്നും നിങ്ങളുടെ കൈകളിൽ എത്താതിരിക്കുവാനായിട്ട് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ വെറുതെയായി. ഇതെന്തോ ഒരു ശാപമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളും ആ ഒരു കാസറ്റ് ഒക്കെ കത്തിച്ച് കളഞ്ഞേക്കുവാനായിട്ട് ചോയുടെ അടുത്ത് അവളും പറയുകയാണ്. നേരത്തെ എനിക്ക് ഒന്നും തന്നെ സംസാരിക്കുവാനായിട്ട് സാധിച്ചില്ല. നീ എന്നോട് ക്ഷമിക്കുക. നീ ഇപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നത് എന്നെ കാണുവാനായിട്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അതെല്ലാം തന്നെ സീക്കിങ്ങിനോട് ചോദിക്കുന്ന കാര്യങ്ങളാണെന്നുള്ള കാര്യം ഉണ്ണിയോനും മനസ്സിലാകുന്നു. അമ്മയ്ക്ക് തിരിച്ച് പഴയ കാലത്തിലേക്ക് പോകുവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അമ്മയും എന്ത് കാര്യമായിരിക്കും അമ്മയുടെ അച്ഛനോട് ചോദിച്ചിട്ടുണ്ടാകുക എന്നൊക്കെ സേക്കിങ്ങിന്റെ അടുത്ത് ഉണ്ണി ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാണ് എന്നെ ഉപേക്ഷിച്ചതെന്നായിരിക്കും ഞാൻ ചോദിക്കുക. പക്ഷെ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ മറുപടി എന്ന് എനിക്ക് അറിയുകയില്ല. അതോർത്തിട്ട് എനിക്ക് ഒരുപാട് പേടിയുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാനും അദ്ദേഹത്തിനോടൊന്നും ചോദിക്കാതെ പോയതെന്നൊക്കെ അന്ന് സേക്കിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് ഇപ്പോൾ ഉണ്ണിയും ഓർക്കുന്നു. നിങ്ങൾ എന്തിനായിരുന്നു എന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഇപ്പോൾ ഉണ്ണിയും ചോയോട് ചോദിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ആ ഒരു ആക്ട്രസിന്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും നിങ്ങൾക്ക് ശരിക്കും അവളോട് പ്രണയം ഉണ്ടായിരുന്നു എന്നൊക്കെയാണല്ലോ നിങ്ങൾ പറഞ്ഞത്. എന്നെ ഒരു ഫാമിലി അഡോപ്റ്റ് ചെയ്തതിന് ശേഷമാണ് അവർ മരിച്ചു എന്ന കാര്യവും ഞാൻ പിന്നീട് ജനിച്ചു എന്ന കാര്യവും നിങ്ങൾ അറിഞ്ഞതെന്നൊക്കെ ആയിരുന്നല്ലോ നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന കാര്യവും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെയും എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ കാണുവാൻ എത്താതിരുന്നതെന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും നീ അവരുടെ കൂടെ ഒരുപാട് ഹാപ്പി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. നിന്റെ സന്തോഷം ഇല്ലാതാക്കേണ്ട എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നെന്നൊക്കെ ചോയ് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ മകൾ ഒരിക്കലും ഹാപ്പി ആയിരുന്നില്ല. അവൾ ഒരിക്കലും അവളായിട്ട് പോലും ആയിരുന്നില്ല അവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അവളാകട്ടെ മറ്റൊരു കുട്ടി മരിച്ചപ്പോഴത്തേക്കും ആ ദമ്പതികൾ അവളെ ദത്തെടുത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ജീവിച്ചതും ആ ഒരു കുട്ടിയായിട്ട് മാത്രമായിരുന്നു. ഒരിക്കലും അവൾക്ക് അവളായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും എന്നെ പോലെയുള്ള ഒരാൾ നിങ്ങളുടെ അടുത്ത് ഇതേ ചോദ്യം വന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ പറയണം, നീ എന്റെ മകളായിട്ടുള്ള സേക്കിങ് ആണ്. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തുറന്നു പറയാതെ ആരും അത് മനസ്സിലാക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് അവളും നടന്നു പോകുന്നു. എന്തായാലും അവർ രണ്ടുപേരും കൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്യട്ടെ. അവരുടെ കാര്യത്തിൽ ഇനി ഞാൻ ഇടപെടുവാനായിട്ട് പാടില്ല. അങ്ങനെ ഇടപെടുകയാണെങ്കിൽ ഒരുപക്ഷെ ഈച്ചിന് സംഭവിച്ചതുപോലെ തന്നെ ഇവർക്കും എന്തെങ്കിലും സംഭവിച്ചാലോ. എനിക്കിപ്പോൾ ആകെ പേടിയാകുന്നു എന്നൊക്കെ ആയിരുന്നു അവളും നടന്നു വരുമ്പോൾ പറയുന്നത്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ലൈറ്റ്സ് ഒക്കെ ഓഫ് ആകുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ബോട്ടിൽ നിന്നും കോളിന്റെ ശബ്ദമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അവൾ ഓടിച്ചെന്ന് ഫോണൊക്കെ എടുക്കുന്നു. ഓണിക്കോൾ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴത്തേക്കും അവനും ഒരു കോൾ വരികയാണ്. അവൻ ഓടിച്ചെന്ന് ഫോണൊക്കെ എടുക്കുമ്പോഴത്തേക്കും മറുവശത്ത് ഉണ്ടായിരുന്നത് മാസ്റ്റർ തന്നെ ആയിരുന്നു. നാളെ 2 ചന്ദ്രനൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോഴാണ് നിനക്ക് തിരിച്ചു പോകുവാനായിട്ടുള്ള ആ ഒരു വാതിലൊക്കെ തുറന്നു കിട്ടുക. നിനക്ക് തിരിച്ചു വരുവാനായിട്ട് നാളെ മാത്രമാണ് അവസരമുള്ളത്. അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ തിരിച്ചു വന്നില്ല എങ്കിൽ
2023 നീ ഇല്ലാതായി പോകുന്നതായിരിക്കും. നീ ആ ഒരു ലോകത്ത് ജീവിക്കേണ്ടവനല്ല. അതുകൊണ്ട് തന്നെ നീ അവിടെ ജീവിക്കുവാൻ നോക്കുകയാണെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒരു റിസൾട്ട് ഒക്കെ ആയിരിക്കും പിന്നീട് ലഭിക്കുക. മാസ്റ്റർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നു. ഇനി അവനാകട്ടെ നിങ്ങൾ എന്തിനാണ് എന്നെ ഈ ഒരു ലോകത്തിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആകെ ദേഷ്യപ്പെടുകയാണ്. ഈ ഒരു സീനോട് കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.